അതേസമയം പടമലയിൽ കടുവ ഇറങ്ങി CCTV-യിൽ കടുവ റോഡ് മുറിച്ചു കടക്കുന്ന ദൃശ്യങ്ങളും ലഭിച്ചു. ഞാൻ 6:30 മണിക്ക് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരാൻ വേണ്ടി കയറി ഒരു 2 സെക്കൻഡ് റോട്ടിലോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ തന്നെ പറമ്പിൻ്റെ താഴെ ഭാഗത്തുനിന്ന് ഒരു കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, ആന എന്തെങ്കിലും ആയിരിക്കുമോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വീണ്ടും ഒരു കരച്ചിലും ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്തോ പാഞ്ഞ് ഭയങ്കര ശബ്ദത്തോടു കൂടി എല്ലാം കുലുക്കി പറിച്ച് വരുന്ന ഒരു ഇത് തോന്നി എനിക്ക്. അപ്പം ഞാൻ വിചാരിച്ചു ആനയാണെന്ന് വിചാരിച്ചു. ഞാൻ മേലെ വീട്ടിൽ ചേട്ടനെ വിളിച്ചു, ചേട്ടാ ആന വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് റോഡിലോട്ട് അവരുടെ വീടിൻ്റെ ആ ചാലിലേക്ക് കയറി കഴിഞ്ഞ് മേലെ ചെന്നപ്പോൾ ഒരു തിണ്ട എനിക്ക് ഓടാൻ പറ്റാണ്ടായിപ്പോയി. വേഗം ഞാൻ സൈഡിലോട്ട് മാറി എന്നെ കവർ ചെയ്ത് വന്ന് കടുവ വേഗം മേലോട്ട് കയറിപ്പോയി. വേഗം ഞാൻ അവിടെ വീണു. വന്നിട്ട് പിന്നെ അവർ വന്ന് എന്നെ പിടിച്ചോണ്ട് പോകുക ഇത്. വയനാട്ടിൽ നിന്നും CV ഷിബു ചേരുന്നുണ്ട്. ഷിബു, നമുക്കറിയാം ബേലൂർ മക്നയുടെ ദൗത്യം അതിപ്പോൾ 5-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും ആശങ്ക ജനിപ്പിക്കുകയാണ് കടുവയുടെ ഒരു സാന്നിധ്യം കൂടിയുണ്ട്. അതും നമുക്ക് ആ ബൈറ്റ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏറെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവർ പറയുന്നത് അത്രത്തോളം ഭീതിയിലാണ് വയനാട്ടിൽ ഓരോ ജനങ്ങളും ജീവിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ ആനയുടെയും അതുപോലെ തന്നെ കടുവയുടെയും നിലവിലുള്ള അപ്ഡേഷൻസ് എന്തൊക്കെയാണ് ഷിബു? അതെ ഭദ്ര, ഇവരൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രശ്നത്തിലാണ് ഈ പ്രദേശത്തെ ആളുകളെല്ലാം ഉള്ളത്. അതിനാൽ തന്നെ ഇപ്പോൾ ഒരു പ്രക്ഷോഭവും തുടങ്ങിയിട്ടുണ്ട്. അതായത് അജീഷിനെ കൊലപ്പെടുത്തിയ അതേ സ്ഥലത്ത് തന്നെയാണ് ഇന്ന് രാവിലെ കടുവയെ കണ്ട് ഇപ്പൊ ഈ പൈറ്റ് പറഞ്ഞ ചേച്ചിയടക്കമുള്ള സ്ത്രീയടക്കമുള്ള ആളുകൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവിടെ ജനങ്ങൾ വഴി തടഞ്ഞുള്ള സമരമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പരിശോധന നടത്താമെന്ന് നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എങ്കിലും തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം എന്നാവശ്യപ്പെട്ടാണ് അവർ പ്രക്ഷോഭത്തിലുള്ളത്. അവരുടെ ഒരു സഹോദരനെയാണ്, അവരുടെ ഒരു നാട്ടുകാരനെയാണ് 3-4 ദിവസങ്ങൾക്ക് മുമ്പ് അവർക്ക് നഷ്ടപ്പെട്ടത്. വീണ്ടും കടുവയുടെ സാന്നിധ്യം കൂടി വന്നതോടുകൂടി വലിയ ഭീതിയിലാണുള്ളത്. കുട്ടികൾക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ആളുകൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. വലിയ പ്രശ്നമാണുള്ളത്. കഴിഞ്ഞ 2 ദിവസം മുമ്പും അവിടെ 2 കാട്ടാനകൾ ഇറങ്ങി കൃഷിയൊക്കെ നശിപ്പിച്ചിരുന്നു. അങ്ങനെ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പടമലയിൽ ഇപ്പോൾ ആളുകൾ രാവിലെ തന്നെ പ്രതിഷേധത്തിന് ഇറങ്ങിയിട്ടുള്ളത്. അതേസമയം